നമസ്കാരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ തുടങ്ങി അരമണിക്കൂർ പിന്നിടുമ്പോൾ ഭൂരിഭാഗം കോർപ്പറേഷനുകളിലും ഇടതുമുന്നണി തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊല്ലം കോർപ്പറേഷനിലും ഒക്കെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം കൊച്ചി കോർപ്പറേഷനിലും തൃശ്ശൂർ കോർപ്പറേഷനിലും ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് UDF ആണ്. തൃശ്ശൂരിൽ NDA ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് മികച്ച ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും UDF മൂന്നാം സ്ഥാനത്താണ്. കോഴിക്കോട് കോർപ്പറേഷനിലും അതുപോലെ LDF ലീഡ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടം മാത്രമാണ്. ഇനിയും കുറേ കൂടി സമയം കഴിഞ്ഞാൽ മാത്രമേ ചിത്രം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ മൊത്തത്തിൽ LDFന് നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇക്കാര്യം ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയൊരു അവസ്ഥയിലുമല്ല. അതേസമയം പല മുനിസിപ്പാലിറ്റികളിലും UDF മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് ആദ്യവട്ടം സൂചനകളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ജില്ലാ പഞ്ചായത്തുകളും എണ്ണുമ്പോൾ തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്തിലൊക്കെ തന്നെ LDF മികച്ച ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ തന്നെ വോട്ടെണ്ണൽ ഇപ്പോഴും തുടരുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇതിൻ്റെ ഒരു ഫലം അറിയാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. തിരുവനന്തപുരത്ത് BJP ഏറെ പ്രതീക്ഷയിലായിരുന്നു. BJPക്ക് ഒരുപക്ഷെ കോർപ്പറേഷൻ്റെ ഭരണം നേടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ പ്രചരണ രംഗത്ത് തന്നെ സജീവമായിരുന്നത്. അതുപോലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന നിരവധി വാർഡുകളുണ്ട്. അവിടെയൊക്കെ ആരാണ് ലീഡ് ചെയ്യുന്നതെന്നുള്ള സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാക്കാം, തുടക്കത്തിൽ LDF തന്നെയാണ് പതിവ് പോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് അറിയാൻ കഴിയും. എങ്കിലും തുടക്കത്തിൽ LDFന് നേരിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. UDF അത്ര ഉദ്ദേശിച്ചതുപോലെ അവർക്ക് മികച്ച രീതിയിൽ അങ്ങോട്ട് പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്ക് പല ഫലങ്ങളും നോക്കുമ്പോൾ കാണുന്നത്. അതേസമയം NDA ആകട്ടെ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും കുറേ സമയം കൂടി കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കൃത്യമായ ചിത്രം വ്യക്തമാകുകയുള്ളൂ. എങ്കിൽ പോലും നിലവിൽ LDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. NDA പലയിടത്തും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവർ മുന്നേറുകയാണ്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. നിലവിൽ 6 വാർഡുകളിൽ LDFും 4 വാർഡുകളിൽ NDAയും 2 വാർഡുകളിൽ UDFുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ UDFന് മേൽക്കൈ നേടാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. LDFും UDFും തമ്മിലാണ് പ്രധാന മത്സരം. എന്നാൽ NDAയും തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള മത്സരം നടക്കുന്നത്. കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനം ആരെ ഭരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ നിലവിൽ LDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫലം ഇനി എത്തി തുടങ്ങിയിട്ടില്ല. മറ്റ് ജില്ലയിലെ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ തന്നെ ഫലം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. മിക്ക സ്ഥലങ്ങളിലും അവിടെയും LDFനാണ് ലീഡ് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും തന്നെ അന്തിമമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല. പലപ്പോഴും ലീഡുകൾ മാറി മറിയാം. ആദ്യഘട്ടങ്ങളിൽ തപാൽ വോട്ടുകളായിരിക്കും എണ്ണുന്ന ജീവനക്കാരുടെ. പലപ്പോഴും തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ അവിടെയെല്ലാം തന്നെ LDFന് മുൻതൂക്കം ഉണ്ടാകുന്ന ഒരവസ്ഥ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന അരമണിക്കൂറിനുള്ളിൽ കൃത്യമായ ഫലം നമുക്ക് പുറത്തുവിടാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിലും LDFന് മികച്ച ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥയിൽ UDFൻ്റെ കൗൺസിലർ വിട്ടുവന്ന് LDF ചേർന്നാണ് അദ്ദേഹം മേയറായത്. ഏതായാലും ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ NDA ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്നും ഭരണം പിടിക്കുമെന്നൊക്കെയുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവർ ഇപ്പോഴും. എങ്കിലും പ്രാഥമികമായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇവിടെ LDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് UDF അവരുടെ ലീഡ് ഉയർത്തിയിട്ടുണ്ട്. അത് നല്ലൊരു വ്യക്തമായ സൂചന തന്നെയാണ് കാണിക്കുന്നത്. UDFന് തൃശ്ശൂരിൽ അവരുടെ ഒരു കാലത്ത് ശക്തികാന്തരമായിരുന്ന തൃശ്ശൂരിൽ അവർക്ക് വീണ്ടും ലീഡ് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ ആകപ്പാട് ഒറ്റ കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് UDFന് ലഭിച്ചിരുന്നത്. ഇക്കുറി ആ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നേരത്തെ കൊച്ചി കോർപ്പറേഷൻ ദീർഘകാലം UDF ഭരിച്ചിരുന്നതാണ്. കഴിഞ്ഞ തവണയാണ് അവർക്ക് ഭരണം നഷ്ടമായത്.